Good afternoon, ma'am. Good afternoon, all. Good afternoon, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കുറച്ച് ദിവസം ഓണത്തിന്റെ ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ ഫസ്റ്റത്തെ ക്ലാസ് ആണ് അല്ലെ? ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു എല്ലാവരും. ആഘോഷിച്ചു. ഓക്കെ, അപ്പോ നമ്മുടെ ഓണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് ആണ് അല്ലെ? നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ അല്ലെ? നമുക്കറിയാം, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ പബ്ലിക്കിന് കുറച്ച് പ്രാധാന്യം കൊടുക്കണ്ടേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഹോസ്പിറ്റലും പബ്ലിക്കും തമ്മിൽ എന്താണ് ഒരു റിലേഷൻ വരുന്നത് എന്ന് പറയാം ഒരാൾക്ക്? നിങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞോളൂ. ക്വസ്റ്റ്യൻ ആയിട്ടല്ല ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ അഭിപ്രായമാണ്. ഹോസ്പിറ്റലും പബ്ലിക്കും ജനങ്ങളുമായിട്ട് എന്താണ് ഒരു റിലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? ആരുല്യ പറയാൻ? പറഞ്ഞോളൂ. ഈ പബ്ലിക് സെക്ടർ അങ്ങനെയൊക്കെയാണോ? ഹോസ്പിറ്റലും പബ്ലിക് സെക്ടർ അല്ല ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റലും ജനങ്ങളും തമ്മിൽ ഒരു റിലേഷൻ വേണമെന്നൊക്കെ നമ്മൾ പറയും. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോ എന്താ അവിടെ അർത്ഥമാക്കുന്നത്? പരസ്പര ബന്ധം. മാഡം, ഹോസ്പിറ്റല് ജനങ്ങൾക്ക് വേണ്ടി, പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ. അതെ, അങ്ങനെ ഒരു അർത്ഥത്തിലാണോ? അതെ, ആ ഒരു സെയിം അർത്ഥത്തിൽ തന്നെ. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഹോസ്പിറ്റലിന്റെ മുഖ്യ ഘടകം എന്ന് പറഞ്ഞാൽ ആരാണ്? മുഖ്യ ഘടകം ആരാണ് ഹോസ്പിറ്റലിലെ? ജനങ്ങളാണ് അല്ലെ? അതായത് പബ്ലിക് ആണ് അല്ലെ? അപ്പൊ അവർക്കാണ് കൂടുതൽ നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹോസ്പിറ്റലില് ഒരു സ്റ്റാഫിനോ അല്ലെങ്കിൽ ഒരു ഡോക്ടേഴ്സിന് പുറമെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആർക്കാണ്? നമ്മളുടെ പേഷ്യൻസിനാണ്. പേഷ്യൻസ് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ എന്താണ്? പബ്ലിക് ആണ് അല്ലെ? അവർക്ക് കുറച്ച് കെയറുകളും കാര്യങ്ങളും നമുക്ക് അവരുടെ ഒപ്പീനിയൻ ആണ് നമ്മൾ നോക്കുന്നത് അല്ലെ? അപ്പോ അങ്ങനെ ഒരു പബ്ലിക്കിന്റെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിനെയാണ് നമ്മൾ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ PRO എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? PRO എന്നൊക്കെ പറഞ്ഞൊരു പൊസിഷൻ ഒക്കെ ഉണ്ട്. മീൻസ് പബ്ലിക് റിലേഷൻ ഓഫീസർ. അദ്ദേഹമാണ് കുറെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വരുന്നുണ്ട്. അപ്പോ അങ്ങനെ ഒരു ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇൻട്രൊഡക്ഷൻസിൽ ഹു വാസ് എഡ്വേർഡ് ബെർണൈസ്? എഡ്വേർഡ് ബെർണൈസ് എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ, ഒരു നമ്മള് പബ്ലിക് റിലേഷൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്. എഡ്വേർഡ് ബെർണൈസ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും അദ്ദേഹത്തെ കുറിച്ച്? എഡ്വേർഡ് ബെർണൈസ് എന്നുള്ളൊരു പേര് കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല? ഓക്കെ. സിഗ്മണ്ട് ഫ്രോയിഡ് കേട്ടിട്ടുണ്ടോ? സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യെസ്. എന്താണ് അദ്ദേഹം? ആരായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ്? സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞൊരു സൈക്കോളജിയിലെ ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ, അതായത് എഡ്വേർഡ് ബെർണൈസിന്റെ ഒരു റിലേഷൻ ആണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹത്തിന്റെ അമ്മയുടെ സഹോദരനാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. കണ്ണടന്ന് പോകണ്ട. ഇനി എഡ്വേർഡ് ബെർണൈസ് ആരാണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഇപ്പൊ ജസ്റ്റ് അയാളെ കുറിച്ച് ചുരുക്കി ഒന്ന് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കാം. എഡ്വേർഡ് ബെർണൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം 1891 ന്യൂയോർക്കിലാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതൊക്കെ ന്യൂയോർക്കിലാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഫാമിലി എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഫാമിലി ആയിരുന്നു. അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു ചെറിയൊരു കുടുംബമായിരുന്നു. അദ്ദേഹത്തിന്റെ ഫാദർ ബിസിനസ് ആയിരുന്നു. ബിസിനസ് എന്ന് ഉദ്ദേശിക്കുന്നത് അന്ന് ഇങ്ങനെ കൃഷിയും കാര്യങ്ങളും ധാന്യങ്ങളുടെയൊക്കെ വിൽപ്പന അങ്ങനെയുള്ള ഒരു ബിസിനസ് ആയിരുന്നു. അപ്പോ ഇദ്ദേഹവും അദ്ദേഹത്തിന്റെ പഠിപ്പൊക്കെ ഒരു ഏകദേശം ഒരു ഡിഗ്രി ലെവലൊക്കെ ഒരു പഠനം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ ഒപ്പം ആ ഒരു ബിസിനസ്സിൽ ചേരാൻ തുടങ്ങി. മീൻസ് ധാന്യങ്ങളുടെ ആ കച്ചവടത്തിലൊക്കെ ചേരാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹത്തിന് നമ്മള് ഒരു കസ്റ്റമറിനെ അല്ലെ, ഇപ്പൊ നമ്മളൊരു ഷോപ്പ് തുടങ്ങിയാണെങ്കിൽ നമ്മള് കസ്റ്റമറിന് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ നൽകാനായിട്ട് ശ്രമിക്കുള്ളൂ ഇല്ലേ? കസ്റ്റമർ നമുക്ക് പൈസ തരുന്നുണ്ട്, പക്ഷെ അതിനുള്ള നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എപ്പോഴും നമ്മൾ കസ്റ്റമേഴ്സിന് നൽകാൻ ശ്രമിക്കേണ്ടത് അല്ലെ, അല്ലെങ്കിൽ ശ്രമിക്കുന്നത്. അപ്പോ ഇവിടെയും അച്ഛന്റെ ഒപ്പം അദ്ദേഹം ആ ബിസിനസ്സിൽ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തോന്നി ഇങ്ങനെ കസ്റ്റമേഴ്സിന് വേണ്ടി അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള നമുക്ക് ധാന്യങ്ങളായാലും മറ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ കസ്റ്റമേഴ്സിന്റെ അവരുടെ ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോ കൂടുതലൊരു പബ്ലിക് റിലേഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി. കസ്റ്റമർ എന്ന് പറഞ്ഞ പബ്ലിക് ആണല്ലോ, അപ്പോ അവർ തമ്മിലുള്ള ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി. സോ അദ്ദേഹത്തിന് ആ ഒരു ചിന്താഗതിയിൽ നിന്നും അദ്ദേഹം കൂടുതൽ ഇത് പഠിക്കണം എന്ന് ഒരു ചിന്ത തോന്നി.
ഇങ്ങനെ ഒരു പബ്ലിക് റിലേഷൻ എന്താണ്, അപ്പോ ജനങ്ങളെയും കൂടി നമ്മളുടെ ഇതിൽ ഉൾപ്പെടുത്തണം അല്ലെ, കൺസ്യൂമറിനെ ഇതിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു PR കോഴ്സിൽ ജോയിൻ ചെയ്തു. ന്യൂയോർക്കിലെ ആദ്യത്തെ PR കോഴ്സിൽ, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് PR കോഴ്സ് അദ്ദേഹം പഠിച്ചു. ആദ്യത്തെ PR കോഴ്സ് ആണ് അന്ന് ആ ഒരു ഇയറിൽ തുടങ്ങിയത്. അപ്പൊ ആ സ്റ്റാർട്ടിങ് ചെയ്ത ഇയറിൽ തന്നെ അദ്ദേഹം ആ ഒരു PR കോഴ്സ്, അതായത് പബ്ലിക് റിലേഷൻ സംബന്ധിച്ചിട്ടുള്ള ഒരു കോഴ്സ് വന്നു. അങ്ങനെ അദ്ദേഹം ആ കോഴ്സിൽ ജോയിൻ ചെയ്തു, ആ കോഴ്സ് പഠിച്ചു, പൂർത്തിയായി. അങ്ങനെ അദ്ദേഹം ആ കോഴ്സ് ഒക്കെ പഠിച്ച് പൂർത്തിയായതിനു ശേഷം അദ്ദേഹം ഇങ്ങനെ പബ്ലിക് റിലേഷനെ കുറിച്ച് സ്വന്തമായിട്ടൊരു ബുക്ക് എഴുതുകയാണ് ചെയ്തത്. ബുക്കിന്റെ പേരാണ് ക്രിസ്റ്റലൈസിങ് പബ്ലിക് ഒപ്പീനിയൻ. തുടർന്ന് ഇദ്ദേഹമാണ് ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നതിന്റെ, മീൻസ് പബ്ലിക് റിലേഷൻ എന്നൊരു ആശയം മുന്നോട്ട് വെച്ച ഒരു വ്യക്തിയാണ് എഡ്വേർഡ് ബെർണാഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമുക്ക് ഇത്ര ഒന്നും പഠിക്കാനില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ ആളെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ പിന്നീടാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ഹോസ്പിറ്റലുകളിൽ ഇതുപോലെ തന്നെ PRO എന്നുള്ളൊരു പൊസിഷൻ ഒക്കെ വന്നത്. ഫസ്റ്റ് ഇതിനു വേണ്ടിയുള്ള തുടക്കം കുറിച്ചൊരു വ്യക്തിയാണ് എഡ്വേർഡ് ബെർണാഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന് നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് വരാം. എഡ്വേർഡ് ബെർണാഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനിയിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. 1891 അദ്ദേഹം ജനിച്ചത്. 1995 അദ്ദേഹം മരിച്ചു. ദെൻ അദ്ദേഹത്തിന്റെ അങ്കിളാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. സൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹം. അമ്മയുടെ സഹോദരനാണ് ഈ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന വ്യക്തി. ഇനി എഡ്വേർഡ് ബെർണാഴ്സിനെ കുറിച്ച് നോക്കാം. ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ, പബ്ലിക് റിലേഷന്റെ ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണാഴ്സ്. കോയിൻഡ് പബ്ലിക് റിലേഷൻസ് കൺസെപ്റ്റ്, അതായത് പബ്ലിക് റിലേഷൻ എന്നുള്ളതാണ് കോയിൻ ചെയ്ത് അറിയപ്പെടുന്നത് അദ്ദേഹം. ദെൻ റോഡ് ഫസ്റ്റ് ബുക്ക് PR ബുക്ക്, അദ്ദേഹം ആദ്യമായിട്ട് എഴുതിയ പബ്ലിക് റിലേഷന്റെ ബുക്ക് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ എന്നുള്ള ഒരു ബുക്കാണ്. അദ്ദേഹം ആദ്യമായിട്ട് ഇതിൽ പബ്ലിക് റിലേഷനെ കുറിച്ച് എഴുതിയ ഒരു ബുക്ക്. ദെൻ ഫസ്റ്റ് PR കോഴ്സ് ഓഫ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ PR കോഴ്സ് അദ്ദേഹം ചെയ്തു. ഫസ്റ്റ് ടു കോൾ ഹിംസെൽഫ് PR പ്രൊഫഷണൽ, അദ്ദേഹത്തെ തന്നെ സ്വയം PR പ്രൊഫഷണൽ എന്ന് വിശേഷിപ്പിച്ചു. ഇത്രയും കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. ജസ്റ്റ് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫാമിലി ചുറ്റുപാട് പറഞ്ഞെന്നുള്ളൂ. ക്ലിയർ ആയോ? ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ എഡ്വേർഡ് ബെർണാഴ്സ് ആരാണെന്നുള്ളൊരു ചോദ്യത്തിന്? ഓക്കെ ആണോ എല്ലാവർക്കും? വേറൊന്നുമില്ല. ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞൊരു ആശയം മുന്നോട്ട് വെച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നറിയപ്പെടുന്നത്. ന്യൂയോർക്കിൽ അദ്ദേഹം ഫസ്റ്റ് PR കോഴ്സ് പഠിച്ചു. ശേഷം എന്ത് ചെയ്തു? അദ്ദേഹം ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ എന്നുള്ളൊരു ബുക്ക് സ്വയം എഴുതുകയുണ്ടായി. ഇത് എപ്പോഴും എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട് ഏതെങ്കിലും വിധത്തിൽ. ഒന്നില്ലെങ്കിൽ ബുക്കിന്റെ പേര് ചോദിക്കാം, ഓതറിന്റെ നെയിം ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ ആരാണെന്ന് ചോദിക്കാറുണ്ട്. കുറച്ച് പ്രാധാന്യം കൊടുത്ത് തന്നെ ഒന്ന് പഠിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ് പബ്ലിക് റിലേഷൻ എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ഡെഫിനേഷൻ ആണ്. നോക്കാം. Public relation means knowing what the public hopes for and explaining how administration is satisfying these desires. അപ്പോ ഈ ഡെഫിനേഷൻ എഴുതിയ വ്യക്തിയാണ് ജോൺ മില്ലറ്റിന്റെ ഡെഫിനേഷൻ ആണ്. പ്രാധാന്യം കൊടുക്കണം. ഡെഫിനേഷൻ ചോദിക്കും, ഏത് വ്യക്തിയുടെയാണ് അല്ലെങ്കിൽ ഡെഫിനേഷൻ ആരുടെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോ ഇവിടെ പറയുന്ന ഡെഫിനേഷൻ നമുക്ക് നോക്കാം. പബ്ലിക് റിലേഷൻ എന്നതിനർത്ഥം അല്ലെ, പൊതുജനങ്ങള് പബ്ലിക് ഹോപ്സ്, പബ്ലിക് എന്താണോ പ്രതീക്ഷിക്കുന്നതെന്നും അത് എങ്ങനെ നമുക്ക് ഈ ഭരണകൂടത്തിന് അഡ്മിനിസ്ട്രേഷന് സാറ്റിസ്ഫൈ, ആഗ്രഹങ്ങളെ എങ്ങനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും എന്ന് വിശദീകരിക്കുന്നതിനെയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് ഡെഫിനേഷൻ ജോൺ മില്ലറ്റ് പറയുന്നത്. പബ്ലിക്കിന്റെ, പൊതുജനങ്ങള് എന്താണ് ആഗ്രഹിക്കുന്നതെന്നും അറിയുകയും അത് എങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ അവർക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുകയും എന്ന് വിശദീകരിക്കുന്നു. ഇതിനെയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഡെഫിനേഷൻ പറയുന്നത് നോക്കാം. പബ്ലിക് റിലേഷൻ ഈസ് ആൻ ഓർഗനൈസ്ഡ് പ്രോസസ് ടു ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ ത്രൂ സൗണ്ട് ക്യാരക്ടർ ആൻഡ് ജെന്യുയിൻ പെർഫോമൻസ് ഓൺ ദ ബേസിസ് ഓഫ് മ്യൂച്വലി സാറ്റിസ്ഫാക്ടറി ടു-വേ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇവിടെ പറയുന്നത് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് അല്ലെ. നമ്മള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതിയിലുള്ളൊരു ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അത് അല്ലെ. അപ്പോ പരസ്പരം തൃപ്തികരമായിട്ടുള്ള, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, തൃപ്തികരമായിട്ടുള്ള ഒരു രീതിയിൽ ആശയവിനിമയങ്ങളുടെ അടിസ്ഥാനത്തിൽ നല്ല സ്വഭാവത്തിലൂടെയും അല്ലെങ്കിൽ എന്താ പറയാ നല്ലൊരു ക്യാരക്ടറിലൂടെയും അല്ലെ, നല്ലൊരു പ്രകടനത്തിലൂടെയും പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ നമ്മൾ
സ്വാധീനിക്കുന്ന ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സംഘടിതമായിട്ടുള്ള പ്രക്രിയയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ഇത് സെപ്പറേറ്റ് ആരാണ് പറഞ്ഞതെന്നൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പോലെ പറഞ്ഞിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഫസ്റ്റ് ഡെഫിനിഷൻ പറഞ്ഞത് ജോൺ മില്ലറ്റ് ആണ്. അപ്പോൾ അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡെഫിനിഷൻ ചോദിക്കും, ഈ കോഡ് ആരുടെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കി. ക്ലിയർ ആണോ? അത്രയും ജസ്റ്റ് 2 ഡെഫിനിഷൻ ആണ്. പിന്നെ നമ്മൾ എഡ്വേർഡ് ബെർണൈസിനെ കുറിച്ചാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. എഡ്വേർഡ് ബെർണൈസിനെ കുറിച്ചും 2 ഡെഫിനിഷനും ഒന്ന് വായിക്കാം കേട്ടോ. നമ്മള് മറ്റു ചാപ്റ്ററുകളിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കാരണം നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻസ്, അങ്ങനെയാ പഠിച്ചത്. പക്ഷെ ഇതിൽ നിന്നും കുറച്ചും കൂടി ജനറിക് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ എക്സാമ്പിൾ ഇട്ട് പറയാൻ പറ്റുന്ന ഒന്നല്ല. ഓക്കെ, ജോൺ മില്ലറ്റിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡെഫിനേഷൻ ആണ്. അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം എക്സാമിന്. നെക്സ്റ്റ് നോക്കാം, നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലില് പബ്ലിക് റിലേഷൻ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ഇനി നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ എന്താണ്? ഇങ്ങനെയുള്ള ഒരു പബ്ലിക് റിലേഷന്റെ ഒരു ആവശ്യകത എന്നാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കാം, പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് പോയിന്റ് നോക്കാം, enlarge visibility for the hospital employees, programs and services. enlarge ചെയ്യുക എന്ന് വെച്ചാൽ എന്താ മീനിങ്? enlarge മലയാളത്തിൽ എന്താ പറയാ നമ്മള്? enlarge വർദ്ധിപ്പിക്കുക, ഇൻക്രീസ് ചെയ്യുക എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആണ്. നോക്കാം, enlarge visibility for the hospital employees, programs and services. ഹോസ്പിറ്റലിന്റെ ജീവനക്കാരുടെ എംപ്ലോയീസിന്റെയും പ്രോഗ്രാംസും അല്ലെങ്കിൽ പ്രോഗ്രാമുകളും അവയുടെ ഒരു ദൃശ്യപരത വർദ്ധിപ്പിക്കുക, എൻലാർജ് ചെയ്യുക. സെക്കൻഡ് വൺ, പൊസിഷൻ ദ ഹോസ്പിറ്റൽ ആസ് ദ ഹെൽത്ത് കെയർ ലീഡർ ആൻഡ് അതോറിറ്റി വിത്തിൻ ദ കമ്മ്യൂണിറ്റി ഓർ റീജിയൻ. അതായത് ഹോസ്പിറ്റലിന് ഒരു ഹെൽത്ത് കെയർ ലീഡർ ആയിട്ടും ഒരു കമ്മ്യൂണിറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു റീജിയണിന്റെയോ അതോറിറ്റി ആയിട്ട് ഹോസ്പിറ്റലിനെ കാണുക. ഇനി third one, increase awareness of the hospital total range of programs and services. ഹോസ്പിറ്റലിന്റെ ഒരു പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ടോട്ടൽ മൊത്തം ഒരു പരിപാടികളെ കുറിച്ചൊക്കെ ഒരു അവബോധം വർദ്ധിപ്പിക്കാൻ പൊതുജനങ്ങൾക്ക്. Then enhance the hospital image. ഹോസ്പിറ്റലിന്റെ ഇമേജ് കൂടുതൽ വർദ്ധിപ്പിക്കുക, അതായത് കൂടുതൽ നല്ല രീതിയിലുള്ള സേവനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക. Assist in recruitment and retention of employees. അതായത് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുകയും അതുപോലെ തന്നെ അവിടെ ഉൾക്കൊള്ളുന്ന സ്റ്റാഫുകളെ പിരിച്ചുവിടാതെയൊക്കെ നിലനിർത്തുകയും ചെയ്യുക. Then act as a foundation when and real news about the hospital happiness. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും വ്യാജമായിട്ടുള്ള വാർത്തകളോ മറ്റും വരികയാണെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യുക, പ്രതികരിക്കുക, അതിനെതിരായിട്ട് പ്രവർത്തിക്കണം. ലാസ്റ്റ് വൺ, ഇംപ്രൂവ് എംപ്ലോയ് മൊറൈൽ. എംപ്ലോയീസിന്റെ മൊറൈൽ എന്ന് വെച്ചാൽ എന്താ? മൊറൈൽ മീനിങ് എന്താ? മൊറൈൽ മനോധൈര്യം വർദ്ധിപ്പിക്കുക, അവരുടെ ഒരു മനോവീര്യം. അവർക്ക് നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ കഴിയും, നമ്മൾ കുറച്ച് പോസ്റ്റിംഗ് ഒക്കെ കൊടുക്കില്ലേ, എന്നുള്ളൊരു മനോധൈര്യം വർദ്ധിപ്പിക്കുക. ഇത്രയുമാണ് പബ്ലിക് റിലേഷന്റെ ആവശ്യകത എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ ജസ്റ്റ് ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഹോസ്പിറ്റലിന്റെയും അതുപോലെ തന്നെ ജീവനക്കാരുടെയും പ്രോഗ്രാമുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് എൻലാർജ് ചെയ്യാൻ, ഒന്ന് വികസിപ്പിച്ച് നല്ല രീതിയിൽ ഒന്ന് വർദ്ധിപ്പിക്കുക. ദെൻ സെക്കൻഡ് വൺ പറഞ്ഞത് എന്തായിരുന്നു?
നമ്മളെ ഹോസ്പിറ്റലിനെ ഒരു ഹെൽത്ത് കെയർ ലീഡർ ആയിട്ടും ഒരു കമ്മ്യൂണിറ്റിയുടെയും ഒരു റീജിയണിന്റെയും അതോറിറ്റി ആയിട്ടും നിലകൊള്ളുക. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് ഹോസ്പിറ്റലിന്റെ ടോട്ടൽ റേഞ്ചിന് വേണ്ടിയിട്ട് നല്ല പ്രോഗ്രാംസും സർവീസസ് ഒക്കെ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യുക. ദെൻ ഹോസ്പിറ്റലിന്റെ മുഖച്ഛായ വർദ്ധിപ്പിക്കുക. ദെൻ നമ്മൾ സ്റ്റാഫിന് റിക്രൂട്ട്മെന്റ് ചെയ്യുകയും അവിടെ ഉള്ള സ്റ്റാഫിനെ നിലനിർത്തുകയും ചെയ്യുക. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും വ്യാജ വാർത്തകളോ മറ്റു വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെയൊക്കെ പ്രതികരിക്കുക. ലാസ്റ്റ് വൺ പറഞ്ഞത് എംപ്ലോയീസിന്റെ മനോധൈര്യം വർദ്ധിപ്പിക്കുക. ക്ലിയർ ആയോ? നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ ക്ലിയർ ആയോ? വലിയ ക്ലാസ്സിൽ ആരും റെസ്പോൺസ് ഒന്നും ഇല്ലാലോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, റെസ്പോൺസ് ചെയ്യണേ. എന്ത് പറ്റി? ഉച്ച സമയമായതുകൊണ്ട് എല്ലാവരും ഉറക്കത്തിലാണോ? Then next നമുക്ക് നോക്കാം മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമുക്ക് പബ്ലിക് റിലേഷനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ സാധിക്കുന്നത്? പബ്ലിക് റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിക്കാമെന്ന്. മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സ് ആണ് പറയുന്നത്, ഓപ്പറേറ്റീവ് മെത്തേഡ്സും കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സും. അപ്പോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്താണെന്നാണ്. അപ്പൊ ഓപ്പറേറ്റീവ് മെത്തേഡ്സ് നോക്കാം. These methods are basically related with every aspect of hospital's operation, including those that performed by workmen such as telephone operator, inquiry office personnel, and admission office clerk. അപ്പോ ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ആസ്പെക്റ്റിലുള്ള ഓപ്പറേഷൻസും ഉൾക്കൊള്ളുന്നതാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സ്. അതായത് വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും ഉൾപ്പെടുന്നതിനാണ് നമ്മൾ ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ എക്സാമ്പിൾ ആണ് ആരൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് പറയുന്നത്. വർക്ക്മെൻ സച്ച് ആസ് ടെലിഫോൺ ഓപ്പറേറ്റർ, അതുപോലെ തന്നെ എൻക്വയറിയിലെ സ്റ്റാഫുകൾ വരും, അഡ്മിഷൻ ഓഫീസ് ക്ലർക്ക്, ഓൾ ദോസ് മെയിൻറ്റെയിനിങ് കോണ്ടാക്ട് വിത്ത് പേഷ്യൻസ്, പേഷ്യന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള സ്റ്റാഫുകളും ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ വരുന്നു. അതുപോലെ തന്നെ as well as those working behind the screen share the same burden. അതുപോലെ തന്നെ നമ്മൾ പുറമേ നോക്കുമ്പോൾ കുറെ സ്റ്റാഫുകൾ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ അതിക്കും സ്ക്രീനിൽ ബാക്കിലും നമ്മൾ ബിഹൈൻഡ് ദ സ്ക്രീനിലും ഒത്തിരി സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിൽ, ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഒരു ബാങ്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഉണ്ടാവും, ബാക്ക് ഓഫീസ് സ്റ്റാഫ് ഉണ്ടാവും, ഇല്ലേ? നമ്മൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നിങ്ങള് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകൾ ഉണ്ടാവും, ബാക്ക് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാകും, ഇല്ലേ? കേട്ടിട്ടുണ്ടോ നിങ്ങള്? ആരും കേട്ടിട്ടില്ലേ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകളും ബാക്ക് ഓഫീസ് സ്റ്റാഫുകള്? യെസ് അല്ലെ? പക്ഷെ ഈ ബാക്ക് ഓഫീസ് സ്റ്റാഫുകൾ എന്ന് പറയുന്നത് ഈ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ ഒപ്പം തന്നെ സെയിം ബേർഡൻ അവർക്കും ഉണ്ട്, അല്ലെ? സെയിം ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെയിം ഇവിടെ പറയുന്നതും അത് തന്നെയാണ്. ഹോസ്പിറ്റലിന്റെ നമ്മൾ പുറമേ കാണുന്ന ടെലിഫോൺ ഓപ്പറേറ്ററും, അതുപോലെ തന്നെ എന്താണ് അഡ്മിഷൻ ഓഫീസിലെ ക്ലർക്കും, അതുപോലെ തന്നെ അവരെപ്പോലും തന്നെ ബാക്ക് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി സ്റ്റാഫുകളുണ്ട്. ഇവരെല്ലാം അടങ്ങുന്നതാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സ് പറയുന്നത്. The three fundamental components of a community operations are. അപ്പോ കമ്മ്യൂണിക്കേറ്റീവ് ഓപ്പറേഷൻസിലെ മെയിൻ ആയിട്ടുള്ള ഫണ്ടമെന്റൽ 3 കോമ്പോണന്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ, അല്ലെ? അതായത് ജോയ്ഫുൾ ആയിട്ടുള്ള, സന്തോഷവും മാന്യമായിട്ടുള്ള പെരുമാറ്റം, അല്ലെ? നമ്മള് ഹോസ്പിറ്റലിൽ നമ്മള് ഇപ്പൊ ചീട്ടെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറിക്ക് വേണ്ടിയിട്ട് റിസപ്ഷനിൽ വിളിക്കുമ്പോൾ നമ്മളോട് വളരെ മാന്യമായ രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. ആണോ? അങ്ങനെയാണോ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്? ഫ്രണ്ട് ഓഫീസിലെ ഡിപ്പാർട്ട്മെന്റുകാര് സംസാരിക്കുന്നത്, നമ്മള് കോൾ ചെയ്തു, അല്ലെ? അപ്പൊ നമ്മളൊന്ന് വിഷ് ചെയ്യും അവര്. ഇപ്പൊ മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ് ചെയ്യും, എന്നിട്ട് ഹോസ്പിറ്റലിന്റെ പേര് പറയും. ദെൻ നമ്മൾ എന്താ പറയുന്നത് അതിനനുസരിച്ചുള്ള മറുപടി നമുക്ക് മാന്യമായിട്ടുള്ള രീതിയിൽ അവർ നൽകാറുണ്ട്. ദെൻ സെക്കൻഡ് വൺ, ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്, വേഗമേറിയതും കാര്യക്ഷമമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്. Then clear environment and well appearance of the workers, നല്ലൊരു എൻവയോൺമെന്റും അതുപോലെ തന്നെ വർക്കേഴ്സ് നല്ലൊരു അപ്പിയറൻസ് ആയിരിക്കണം. നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീൽ ചെയ്യണം, അല്ലെ? അല്ലെങ്കിൽ നഴ്സുമാര് ഭയങ്കര ഒരു ചിരിക്കാത്തൊരു മുഖമാണ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ്നെസ് ഇല്ലാത്തൊരു മുഖമാണെങ്കിൽ നമ്മൾക്ക് തന്നെ ആകെ ഒരു
നമ്മളും ഭയങ്കര ഒരു ഇതാവും അല്ലെ, കാരണം നമുക്ക് ഫേസിലൂടെ തന്നെ നമുക്ക് അവരെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. Then some operations of improving operation of hospital in the community level are. ഇനി കമ്മ്യൂണിറ്റി ലെവലിൽ നമുക്ക് എങ്ങനെയെല്ലാം ഈ ഓപ്പറേഷൻസ് ഓപ്പറേറ്റിംഗ് മെത്തേഡ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഇനി പറയാൻ പോകുന്നത്. വേറെ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പബ്ലിക്കിന്റെ ശ്രദ്ധ കുറച്ച് പിടിച്ചു പറ്റാനും അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ കൂടുതൽ മെച്ചപ്പെടുത്താനും ഏതൊക്കെ തരത്തിൽ നമുക്ക് ഇംപ്രൂവ്മെന്റ് ചെയ്യാമെന്നാണ് ഇനി പറയുന്ന പോയിന്റ്സ്. ഫസ്റ്റ് വൺ, എ ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ ഈസ് the basis of good public relation. ഒരു നല്ലൊരു പബ്ലിക് റിലേഷനെ സംബന്ധിച്ച് അതിന്റെ ഒരു ബേസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു പേഷ്യന്റ് കെയർ നൽകുക എന്നതാണ്. സെക്കൻഡ് വൺ, sufficient physical facility with a good functional layout, waiting room with benches or chairs, water, refreshment facility in the outpatient department. അല്ലെ, ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് നല്ലൊരു ഫിസിക്കൽ ആയിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുക്കുക അല്ലെ. നമ്മള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാണാറുണ്ട്, ബെഞ്ചസ് ഉണ്ടാവും, ചിലപ്പോൾ എന്താണ് ചെയേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ കുടിക്കാനായിട്ടുള്ള വാട്ടർ ഒക്കെ വെച്ചിട്ടുണ്ടാകും, റിഫ്രഷ്മെന്റ് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം പബ്ലിക്കുമായിട്ട് കുറച്ച് റിലേഷൻഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഫിസിക്കൽ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ബെഞ്ചും ചെയറൊന്നും ഇല്ലെങ്കിൽ ഡോക്ടറെ കാണാനായിട്ട് ക്യൂ നിന്ന് നമുക്ക് കാല് കിടക്കും. അപ്പോ എന്താണ്, അതൊരു പബ്ലിക്കിനായിട്ട് ചെയ്യുന്ന ഒരു കെയറിങ് അവിടെ കുറയും അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിനെ അതിനെ ബാധിക്കരുത്. സോ ഇങ്ങനെയുള്ള ഫിസിക്കൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. Then making others happy, one must be happy himself. Good morale of workers not only improves efficiency but workers with high morale work. Making others happy, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണമെങ്കിൽ നമ്മൾ സ്വയം ഹാപ്പി ആയിരിക്കണം അല്ലെ. അതുപോലെ തന്നെ ഗുഡ് മൊറൈൽ ഓഫ് വർക്കേഴ്സ്, വർക്കേഴ്സിന്റെ നല്ലൊരു ഗുഡ് മൊറൈൽ അല്ലെ. തൊഴിലാളികളുടെ മനോവീര്യം കാര്യക്ഷമത മാത്രമല്ല വർദ്ധിപ്പിക്കുന്നത്, മറിച്ച് അവരുടെ ഒരു ധാർമ്മിക പ്രവർത്തനങ്ങളും വർദ്ധിപ്പിക്കുന്നു അല്ലെ. നമ്മളൊരു ധാർമ്മിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്, പേഷ്യൻസിനോടൊക്കെ ഒരു നല്ല രീതിയിൽ സംസാരിക്കുക, അവരോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക. നമ്മുടെ ഉള്ളിൽ നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് വരുന്ന പേഷ്യൻസിനോടാണോ തീർക്കേണ്ടത്? ആണോ? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ അല്ലെ, നമ്മള് എന്താ പറയാ, നമ്മൾ എന്തെങ്കിലും ഇപ്പൊ വീട്ടില് എന്തെങ്കിലും പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് വന്ന് നമ്മളുടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ അല്ല തീർക്കേണ്ടത് അല്ലെ. അപ്പൊ നല്ലൊരു എന്താ പറയാ, നല്ലൊരു ധാർമ്മിക പ്രവർത്തനത്തോടു കൂടി അല്ലെങ്കിൽ ധാർമ്മികമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇവിടെ ധാർമ്മികത എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യൻസിനോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത് പെരുമാറുക അല്ലെ, വളരെ പൊലൈറ്റ് ആയിട്ട് അല്ലെ. ചിലപ്പോ ഒന്നും അറിയാത്ത പേഷ്യൻസ് ഒക്കെ വരും അല്ലെ, ഇച്ചിരി പ്രായമായവരൊക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ പോകണം, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ലാബിൽ ചെല്ലണം, എക്സ്റേ എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ അവർക്ക് അത് എവിടെയാണെന്നോ അല്ലെങ്കിൽ എന്താ ചെയ്യണ്ടേന്നോ ചീട്ടെടുക്കണോ അല്ലെങ്കിൽ കാര്യങ്ങളെ പറ്റി ഒരു വിവരം മീൻസ് യാതൊരു ഇതില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അവരോടും നല്ല രീതിയിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അവരോടൊക്കെ ഒന്ന് ബിഹേവ് ചെയ്യുക, പെരുമാറുക. നിങ്ങൾ നാളെ ഈ കോഴ്സ് ഒക്കെ പഠിച്ച് അല്ലെ, നമ്മളും ഒരു ജോലിക്ക് കയറുന്ന ആളുകളാണല്ലോ നിങ്ങള്. അപ്പോ ഇതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ പെരുമാറ്റവും. ഇങ്ങനെ ആയിരിക്കില്ലേ, പബ്ലിക് റിലേഷനോട് നല്ല രീതിയിലായിരിക്കണം നിങ്ങൾ ബിഹേവ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ദേഷ്യം, നിങ്ങളുടെ നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിൽ മറ്റു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. പക്ഷെ നമ്മളുടെ പബ്ലിക് റിലേഷൻ ആണ് അല്ലെ, നമ്മളുടെ പബ്ലിക്കിനോട് നമ്മൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. എല്ലാവരും ജോലിക്ക് കയറുമ്പോൾ ഈ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അവിടെ പോയി പ്രാവർത്തികമാക്കണം. ജസ്റ്റ് പരീക്ഷ എഴുതി ജയിക്കാൻ മാത്രം ആകരുത്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ. ഓക്കെ, then operating efficiency with effective coordinating among all clinical department and other supportive services arise from good administration, organization structure, policies, procedures, and authority and responsibility should be clearly understood by each staff. അതായത് അതുപോലെ തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളായിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പോസിറ്റീവ് ആയിട്ട് തന്നെ പെരുമാറി ബിഹേവ് ചെയ്തുകൊണ്ട് വേണം നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ രൂപീകരിക്കാനും. അതുപോലെ തന്നെ ഒരു സംഘടന, ഓർഗനൈസേഷൻ സ്ട്രക്ചറും പോളിസീസും നയങ്ങളും റെസ്പോൺസിബിലിറ്റീസ് എല്ലാം സ്റ്റാഫുകൾ തമ്മിൽ അവരുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളായിട്ട് നല്ല രീതിയിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോർഡിനേഷനും കൊണ്ടുവരണം. ഇത്രയും കാര്യങ്ങളാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ പറയുന്നത്. നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ നമ്മൾ വായിച്ചില്ലാലോ.
നീഡ് ഓഫ് പബ്ലിക്കേഷൻ തുടങ്ങി ഓപ്പറേറ്റീവ് മെത്തേഡ്സ് കംപ്ലീറ്റ് വരെ ഒന്ന് വായിച്ചു നോക്കാം. നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ വായിക്കാം. ഓരോ പോയിന്റ് വായിച്ചിട്ട് അതിന്റെ മീനിങ് നിങ്ങൾ മനസ്സിലൊന്ന് കാണുക. നീഡ് ഓഫ് പബ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് മെത്തേഡ്സ് നോക്കാം. മെത്തേഡ്സിൽ നമ്മൾ ഓപ്പറേറ്റീവ് മെത്തേഡ്സ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ മെയിൻ ആയിട്ട് 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫണ്ടമെന്റൽ കോമ്പോണൻസ് ഉണ്ട്, അതൊന്ന് പ്രാധാന്യം കൊടുത്തതെന്ന് നോക്കാം. റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് വരും കേട്ടോ, വെയിറ്റ് ചെയ്യൂ, റിസൾട്ട് വരും. എല്ലാവർക്കും നല്ല മാർക്കൊക്കെ ഉണ്ടാവില്ലേ? എക്സാം നല്ല ഈസി ആയിരുന്നില്ലേ? ബുദ്ധിമുട്ടുണ്ടായോ? മാർക്ക് ഇല്ല, മാർക്ക് കണ്ടിട്ടില്ല കേട്ടോ, അറിയില്ല, പബ്ലിഷ് ചെയ്തിട്ടില്ലല്ലോ. ചോദിക്കാട്ടെ, എക്സാമിനെ കുറിച്ചുള്ള ചോദിക്കാവേ. റിസൾട്ട് വരും കേട്ടോ, അവിടെ എന്തായാലും ഉണ്ടാവും. ഈ ആഴ്ച പ്രതീക്ഷിക്കാം. റിവിഷന് നമുക്ക് പോർഷൻസ് കംപ്ലീറ്റ് ആയില്ലല്ലോ, അതുകൊണ്ടാണ് റിവിഷന് നിങ്ങൾക്ക് ടൈം കിട്ടാഞ്ഞത് കേട്ടോ. പോർഷൻസും എടുക്കണം. വായിച്ചെല്ലാവരും ഓപ്പറേറ്റീവ് മെത്തേഡ്സ് വരെ കംപ്ലീറ്റ് ആയോ? ഓപ്പറേറ്റീവ് മെത്തേഡ്സ് കഴിഞ്ഞു. ഇനി നമ്മള് ടെൻഷൻ ഒന്നും അടിക്കണ്ട, എല്ലാവർക്കും നല്ല മാർക്കൊക്കെ ഉണ്ടാവും അല്ലെ? ആർക്കും അങ്ങനെ മാർക്ക് കുറവ് വരാനൊന്നും ചാൻസ് ഇല്ല. അത്ര ബുദ്ധിമുട്ടൊന്നും ആയിരിക്കില്ല എന്നാണ് തോന്നുന്നത് അല്ലെ? കുഴപ്പമൊന്നുമില്ല, നല്ല മാർക്കൊക്കെ പ്രതീക്ഷിക്കാം എല്ലാവർക്കും, ടെൻഷൻ ഒന്നും വേണ്ട. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഓപ്പറേറ്റീവ് മെത്തേഡ്സ് കഴിഞ്ഞിട്ട് നോക്കുന്നത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് ആണ്. അപ്പൊ കമ്മ്യൂണിക്കേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പരസ്പരം സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ, ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോ ഇവിടെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് വൺ, ടു മേക്ക് അവൈലബിൾ suitable information to the patient, their relatives and visitors. രോഗികൾക്കും
അവരുടെ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ വിസിറ്റേഴ്സിനും അനുയോജ്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാക്കുക. Second one, a provision to listen to oral complaints instead of compelling on written one. അല്ലെ, അതായത് ഒരു പ്രൊവിഷൻ മുന്നോട്ട് കൊണ്ടുവരാൻ. ഇപ്പൊ രേഖാമൂലം എന്താണ് രേഖാമൂലം മീൻസ് ഇപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ്സോ കാര്യങ്ങളൊക്കെ പേഷ്യൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടെങ്കിൽ ചിലപ്പോ അവർക്ക് രേഖാമൂലം എഴുതി തരാൻ മീൻസ് അവർക്ക് എഴുതി തരാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ എഴുതി തരണമെന്ന് നിർബന്ധിക്കാതെ ഓറലിനുള്ളൊരു എന്താ പറയാ, ഓറൽ എന്ന് വെച്ചാൽ എന്താ, പരസ്പരം പറയാനായിട്ടുള്ള ഒരു സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കുക. മീൻസ് എന്തെങ്കിലും കംപ്ലൈന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക, മീൻസ് ഓറലായിട്ട് പറയാനായിട്ടുള്ള ഒരു സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കുക. മൂന്നാമത്തെ പോയിന്റ്, സ്വിച്ച് റിപ്ലൈ ടു ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസിനൊക്കെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പെട്ടെന്ന് തന്നെ കൊടുക്കുക. നമ്മൾ സ്വിച്ച് ഇട്ട പോലെ എന്ന് പറയില്ലേ, ചിലവര് നമ്മൾ പറയും സ്വിച്ച് ഇടുന്നത് എങ്ങനെയാ, സ്വിച്ച് പെട്ടെന്ന് ഇടുന്നതില്ലേ, അതുപോലെ സ്വിച്ച് ഇട്ട പോലുള്ള ഒരു ആൻസർ അവർക്ക് കൊടുക്കുക. പേഷ്യൻസിന് എന്തെങ്കിലും രോഗത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, മറുപടി നൽകുക. Then visual communication, films, shows, exhibitions, and hospital voucher are to be exhibited. അതായത് വിഷ്വൽ കമ്മ്യൂണിക്കേഷനോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ കൊണ്ടുവരാം. അതുപോലെ തന്നെ ഫിലിം ഷോസ് പ്രൊവൈഡ് ചെയ്യാം, എക്സിബിഷൻസ് അല്ലെങ്കിൽ ബ്രൗഷേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതൊക്കെ ഹോസ്പിറ്റലിന്റെ കുറച്ച് പബ്ലിക് ആയിട്ടുള്ള ഒരു ഇത് കൂട്ടാനായിട്ട് സാധിക്കും അല്ലെ. ഇപ്പൊ ഫിലിം ഷോസും ഇപ്പൊ നിങ്ങൾ ഫ്ലാഷ് മോബ്സ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇല്ലേ, ഫ്ലാഷ് മോബ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഫ്ലാഷ് മോബിന് എന്തെങ്കിലും ഒരു തീം ഉണ്ടാവും ലാസ്റ്റ് ഇല്ലേ, ജസ്റ്റ് എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഹോസ്പിറ്റലോ അങ്ങനെ എന്തെങ്കിലും തീമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ കുറിച്ച് പബ്ലിക്കിന്റെ ശ്രദ്ധ നമുക്ക് കൂടുതൽ ആ ഒരു റിലേഷൻ പിടിച്ചു പറ്റാനായിട്ട് നമുക്ക് സാധിക്കും. Then the school teachers, students, housewives and members of women's organization and religious leaders can contact the hospital tours. ഹോസ്പിറ്റലിൽ ടൂർ കണ്ടക്ട് ചെയ്യാൻ പറ്റുമെന്ന് ആരൊക്കെയും നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ടത്, സ്കൂൾ ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും ഹൗസ് വൈഫ്സ് അതുപോലെ തന്നെ റിലീജിയസ് ലീഡേഴ്സിനൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. Then to hold an annual hospital day or open day house where public can show every aspect of the hospital operations that include some of the highly technical functions. നമ്മൾ സ്കൂളിൽ ഒരു ആനിവേഴ്സറി ഒക്കെ നടത്താറുണ്ട് അല്ലെ, യൂത്ത് ഫെസ്റ്റിലും ആനിവേഴ്സറിയും അന്ന് ഫുൾ ഡേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ ഒരു ഹോസ്പിറ്റൽ ഡേ ഒക്കെ സംഘടിപ്പിക്കാൻ, ആ ഹോസ്പിറ്റൽ ഡേയിൽ ഓപ്പൺ ആയിട്ട് പുതിയ പ്രവർത്തനങ്ങളും പ്രോഗ്രാമുകളൊക്കെ അറേഞ്ച് ചെയ്യാൻ, അതൊക്കെ നമുക്ക് കുറച്ച് പബ്ലിക്കിനായിട്ടുള്ള ഒരു പൊതുജനങ്ങളായിട്ടുള്ള റിലേഷനെ നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. That using mass media would be helpful improve the public relation. അല്ലെ, പബ്ലിക് റിലേഷന് നല്ല രീതിയിൽ നമുക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണ് മാസ് മീഡിയ എന്ന് പറയുന്നത് അല്ലെ. നമ്മള് ഹോസ്പിറ്റലുകളിലേക്ക് പരസ്യങ്ങളൊക്കെ കാണാറുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഹോസ്പിറ്റലിന്റെ കോഴ്സുകളുടെ വരെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ വരെ കോഴ്സുകൾ പല ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സുകളെ സംബന്ധിച്ചും ഹോസ്പിറ്റലുകളെ സംബന്ധിച്ചിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ഇപ്പൊ കാണുന്നുണ്ട് ഇല്ലേ, കണ്ടിട്ടുണ്ടോ അഡ്വർടൈസ്മെന്റ്? നമ്മൾ അഡ്വർടൈസ്മെന്റ് ഒന്നും കാണാറില്ല നിങ്ങള്? യെസ് അല്ലെ. ഇപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും അല്ലെങ്കിൽ പുതിയ പുതിയ ഹോസ്പിറ്റലുകളിലും അങ്ങനെയുള്ള നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള കുറേ പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അത് പരസ്യങ്ങൾ കണ്ടിട്ട് നമ്മൾ ചിലപ്പോൾ പോകാറുണ്ട് അല്ലെ. അതായത് ഇത്രയും നല്ലൊരു എന്താണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്താ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ ഇപ്പോ അത്രയും ഫെസിലിറ്റീസും സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോ അതൊക്കെ നമ്മൾ ആ സൗകര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ പോകാറുണ്ട് ഇല്ലേ. അപ്പൊ ഇതൊക്കെ നമ്മളൊരു മാസ് മീഡിയയിൽ നമ്മൾ അത്രയും നമ്മൾ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പബ്ലിക് റിലേഷൻ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയായിട്ട് നമുക്ക് മാസ് മീഡിയനെ കാണാം. ഇത്രയും പോയിന്റാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ പോയിന്റ് ഉണ്ട്, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിന്റെ കാര്യങ്ങളാണ് അതുകൊണ്ട് ഷോർട്ട് ഔട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. This methods employs means of communication in all possible forms to enable the hospital to convey its message to the public. അല്ലെ, അതായത് മെത്തേഡ്സ് എംപ്ലോയ് മീൻസ് നമ്മളെ ആശുപത്രി അതിന്റെ സന്ദേശം പൊതുജനങ്ങളിലേക്ക് എല്ലാ തരത്തിലും നമുക്ക് കൺവേ ചെയ്യാനായിട്ട് സാധിക്കും. Some of these are also intermixed with the
intramural function of the hospital and operative methods. ഇതില്ലേ നമ്മൾ ചില ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ചില ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് മിക്സ് ചെയ്തിട്ട്, അതായത് ഇൻട്രാമ്യൂറൽ ഇന്റർനാഷണൽ എന്നൊക്കെ പറയൂലേ, അതുമായിട്ടും റിലേറ്റ് ചെയ്തെന്നൊക്കെ പറയാവുന്നത്. ഇന്റർനാഷണൽ പരമായിട്ടും നമുക്ക് അതിനെ വിലയിരുത്താം. അതുപോലെ തന്നെ അതർ ഡീൽസ് വിത്ത് മീഡിയ, കുറെയൊക്കെ നമുക്ക് ഇതുപോലെ പരസ്യങ്ങളിലൂടെയൊക്കെ നമുക്ക് പബ്ലിക് റിലേഷനെ പിടിച്ചു പറ്റാനും സാധിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ വരുന്നത്. പെട്ടെന്ന് തന്നെ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് കേട്ടോ. പോയിന്റ്സ് വായിച്ചു നോക്കാം. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിലെ പോയിന്റ് വായിക്കാൻ ലാസ്റ്റ് ആ ഒരു ബോക്സ് പോലെ തന്നിട്ടുണ്ട്, അതും കൂടി ഒന്ന് നോക്കണം കേട്ടോ. വായിച്ചെല്ലാവരും ഈ നോട്ട്ബുക്ക് എടുക്കുക, എല്ലാവരും നോട്ട്ബുക്ക് എടുക്കുക. കുറച്ച് ക്ലാസ് എടുത്തില്ലേ, നമുക്ക് കുറച്ച് അത്യാവശ്യം കുറച്ച് നോട്ട് എഴുതാനുണ്ട് ഇതില്. നോട്ട്ബുക്ക് എടുക്കുക, ചാപ്റ്ററിന്റെ പേര് കൊടുക്കുക, പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റൽ. ചെറിയൊരു നോട്ടാണ് കേട്ടോ, പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റൽ. ഹെഡിങ് കൊടുത്തു എല്ലാവരും. Then heading പോലെ കൊടുക്കുക, എഡ്വേർഡ് ബെർണൈസ്. എഡ്വേർഡ് ബെർണൈസ് ഇച്ചിരി ഡാർക്ക് ആയിട്ട് എഴുതത്തോളൂ. എഡ്വേർഡ് ബെർണൈസ്.
എഡ്വേർഡ് ബെർണൈസ്. ഓക്കെ, ഇതിന്റെ താഴെ ചെറിയൊരു ഹൈഫൻ ഇട്ടോ അല്ലെങ്കിൽ സ്റ്റാർ ഇട്ടോ പോയിന്റ് ആയിട്ട് എടുത്തോളൂ കേട്ടോ. ജസ്റ്റ് അദ്ദേഹത്തെ കുറിച്ചാണ് ഒറ്റ നോക്കത്തില് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഒരു കുഞ്ഞ് സ്റ്റാർ ഇട്ട പോയിന്റ് ആയിട്ട് എഴുതിക്കോളൂ. ബോൺ ഓൺ 1891. 1891. ബോൺ ഓൺ 1891. അടുത്ത പോയിന്റ് എഴുതാം. ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ. Father of public relation. Father of public relation. Father of public relation. നെക്സ്റ്റ് അടുത്ത പോയിന്റ് എഴുതാം. studied at New York University. Studied at New York University. Studied at New York University. Then next point എഴുതാം. ഫസ്റ്റ് ബുക്ക് എന്ന് എഴുതിക്കൊണ്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഫസ്റ്റ് ബുക്ക് എന്ന് എഴുതാം, ചെറിയൊരു ഹൈഫൻ ഇടാം. ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. അദ്ദേഹം എഴുതിയ ഫസ്റ്റ് ബുക്കാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നില്ലെങ്കിൽ ഓതറിന്റെ നെയിം ആയിരിക്കാം, ബുക്കിന്റെ പേരായിരിക്കാം. ഏത് വിധത്തിലും തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതൊരു ചെറിയൊരു ബോക്സ് പോലെ വരച്ചിട്ടോളൂ കേട്ടോ. ചെറിയൊരു ബോക്സ് പോലെ ആക്കിയിട്ടോളൂ. പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ കിട്ടണം. Then next ഒരു ഹെഡിങ് പോലെ എഴുതിക്കോളൂ. പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റൽ. PR ഷോർട്ട് ആക്കി എഴുതിയാൽ മതി. PR ഇൻ ഹോസ്പിറ്റൽ. എന്താണ് ഒരു ഹോസ്പിറ്റലിലെ PR അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്നാണ് കേട്ടോ എഴുതാൻ പോകുന്നത്. PR ഇൻ ഹോസ്പിറ്റൽ എഴുതിക്കോളൂ. The PR department is the PR public relation. The PR department is the PR department is responsible for the PR department is responsible for implementation of hospital marketing programs. Another comment വായിക്കാം. The PR department is responsible for hospital marketing programs. Another comma. Advertising communication പറയാട്ടോ. ലാസ്റ്റ് ഒന്നും കൂടി പറയാവേ. കമ്മ്യൂണിക്കേഷൻ. patient satisfaction monitoring.
ഒന്നുകൂടി പറയാം, ആദ്യം തുടങ്ങി വായിക്കാം. ഇനി എന്തെവിടെയെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എഴുതിക്കോളൂ. The PR department is responsible for implementation of hospital marketing programs, advertising, communication, patient satisfaction monitoring. കംപ്ലീറ്റ് ചെയ്തോ? ഒന്ന് വായിച്ചു നോക്കി, നമ്മൾ എഴുതി എത്ര ഒന്ന് വായിച്ചു നോക്കി പെട്ടെന്ന്. എഴുതി എത്ര വായിച്ചു നോക്കിക്കോളൂ നോട്ട്ബുക്കില. അഡ്വർടൈസിംഗ് കഴിഞ്ഞിട്ട് എന്തായിരുന്നു? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മോണിറ്ററിംഗ്. അഡ്വർടൈസിംഗ് കഴിഞ്ഞിട്ട് കമ്മ്യൂണിക്കേഷൻ, ദെൻ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മോണിറ്ററിംഗ്. എഴുതി എത്ര ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. Patient satisfaction monitoring. എഴുതി അത്രേ. എന്നിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കി എഴുതിയത്. Then next എഴുതിക്കോളൂ. Fundamental components of fundamental എഴുതിക്കോളൂ കേട്ടോ. Fundamental components of a community operations. നമ്മൾ 3 component operations പറഞ്ഞായിരുന്നു, ഇമ്പോർട്ടന്റ് ആണത്. Fundamental components of community operations എഴുതി കൊടുക്കുക. ഏതൊക്കെയായിരുന്നു 3 ഫണ്ടമെന്റൽ കോമ്പോണൻസ്? എഴുതിക്കോളൂ. ഫസ്റ്റ് വൺ, joyful and polite behavior. Joyful and polite behavior. Second one, quick and efficient treatment. Quick and efficient treatment. Quick and efficient treatment. മൂന്നാമത്തത്, clear environment and well appearance of the workers. Okay, complete ചെയ്തോ? പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തോളൂ. 3 പോയിന്റ് കേട്ടോ. Okay.
ഇത് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഫോളോയിങ് വേസ്. അതായത് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് നമ്മൾ ആശയവിനിമയ രീതികൾ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്നാണ് ഇനി പറയുന്നത്. 7 പോയിന്റ് ആണ്. നമ്മൾ 7 രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നോക്കാം. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് വേസ്. ഫസ്റ്റ് വൺ പറയുന്നത് providing appropriate information to patients, their relatives and visitors. പേഷ്യൻസിനും അതുപോലെ തന്നെ എന്താണ് രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും അല്ലെങ്കിൽ സന്ദർശകർക്കും ഉചിതമായിട്ടുള്ള വിവരങ്ങളൊക്കെ നൽകുക. അതോടൊപ്പം തന്നെ അറ്റ് എൻക്വയറി രജിസ്ട്രേഷൻസിലും എൻക്വയറിയിലും ഒക്കെ പേഷ്യൻസിന് വിവരങ്ങളൊക്കെ നൽകണം. ഓൺ പേഷ്യന്റ് ഡിസ്ചാർജ് റിഗാർഡിംഗ് ഹിസ് ഓർ ഹെർ ഹെൽത്ത് സ്റ്റാറ്റസ് ആൻഡ് ഫോളോ അപ്പ്. ഡിസ്ചാർജിന്റെ പേഷ്യൻസിനെ സംബന്ധിച്ചിട്ട് ഡിസ്ചാർജ് സംബന്ധിച്ചിട്ടുള്ളതും ആരോഗ്യനിലയും തുടർ നടപടികളൊക്കെ നൽകണം. എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക. ഡിസ്ചാർജ് ഇന്റർവ്യൂ വിത്ത് അറ്റൻഡിംഗ് ഫിസിഷ്യൻ ക്യാൻ സെർവ് ഹിസ് പർപ്പസ് വെൽ. അല്ലെ, ഫിസിഷ്യനുമായിട്ടുള്ള ഒരു ഡിസ്ചാർജ് ഇന്റർവ്യൂ നന്നായിട്ട് ഉപകരിക്കണം. കാരണം നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണാറുണ്ട് ചെന്നിട്ട്. അല്ലെ, ഡോക്ടർ പറയും ചിലപ്പോ കുറച്ച് ദിവസം റെസ്റ്റ് ഒക്കെ എടുക്കണം, അല്ലെങ്കിൽ ഒരു 10 days കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഡോക്ടറെ ഒന്നും കൂടി വീണ്ടും വന്ന് കാണാനൊക്കെ നമ്മളോട് പറയും. അല്ലെ, അപ്പോ ആ ഒരു നമ്മൾ കണ്ട ഡോക്ടർ ഏതാണോ ആ ഡോക്ടറായിട്ടൊക്കെ ഒരു ചെറിയൊരു ഇന്റർവ്യൂ എന്നല്ല ഇത് പറയാൻ, ജസ്റ്റ് നമ്മളൊരു സംഭാഷണം, ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. സെക്കൻഡ് വൺ നോക്കാം. ആൻ ഓപ്പൺ ഹൗസ് അപ്രോച്ച് ടു ദ വിസിറ്റേഴ്സ് വിതൗട്ട് ഇന്റർഫിയറിംഗ് ഇൻ ദ റൊട്ടീൻ മെഡിക്കൽ കെയർ ഫംഗ്ഷൻ. ഒരു പതിവ് നമ്മൾ എന്താ പറയാ ഒരു രോഗി പരിചരണത്തിന് പുറമെ നമുക്കൊരു ഓപ്പൺ ഹൗസ് സമീപന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ. എന്ത് ഓപ്പൺ ഹൗസ് എന്ന് വെച്ചാല്, ഓപ്പൺ ഹൗസ് വേറെ എവിടെയാ കേട്ടിട്ടുള്ളത്? ഓപ്പൺ ഹൗസ് കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും? നമ്മുടെ കുട്ടികളുടെ ഓപ്പൺ ഹൗസ് എന്നൊക്കെ പറയാറില്ലേ? സ്കൂളില് അല്ലേ? അപ്പോ അതിന്റെ അർത്ഥം എന്താ? നമുക്ക് നമ്മളുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാനുള്ള ഒരു അവസരമാണ് അവിടെ, അല്ലെ? ഓപ്പൺ ഹൗസില് ഇപ്പൊ കുട്ടികളുടെ മാർക്കിനെ സംബന്ധിച്ചോ അവരുടെ പഠിപ്പിനെ സംബന്ധിച്ചോ എല്ലാ കാര്യങ്ങളും നമുക്ക് ടീച്ചേഴ്സിനോട് അവിടെ ഓപ്പൺ ആയിട്ട് തുറന്നു പറയാൻ സാധിക്കും. അപ്പോ ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ഓപ്പൺ ഹൗസ് അപ്രോച്ച് കൊണ്ടുവരാൻ. എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. Large number of visitors to patients cannot be avoided in our peculiar socio-cultural ethos. പ്രശ്നങ്ങൾ എന്താ? നമുക്ക് രോഗികളെ സന്ദർശിക്കാനായിട്ട് വലിയൊരു വിഭാഗം സന്ദർശകർക്കും സാധിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് ഇപ്പൊ ഒരാള് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു പേഷ്യന്റ് നമുക്ക് ഇഷ്ടമുള്ളപ്പോ ആളുടെ അടുത്ത് പോയി ഇരിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ സാധിക്കാറുണ്ടോ? ഇപ്പൊ നൈറ്റ് നമുക്ക് തോന്നിയ ഒരു സമയത്ത് പോയിട്ട് പേഷ്യന്റിനെ കാണാൻ അങ്ങനെ നമുക്ക് തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ പോയി കാണാൻ സാധിക്കാറുണ്ടോ? അങ്ങനെ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോപ്പർ വിസിറ്റിംഗ് ടൈം ഒക്കെ അലൗഡ് ചെയ്തിട്ടുണ്ട്, അല്ലെ? അപ്പോ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊന്നും വിസിറ്റിംഗ് സന്ദർശനമൊന്നും അനുവദനീയമല്ല. Second one, the queries of relatives and visitors can be satisfied if a doctor or senior nurse conversant with the wards is made available in the ward during visiting hour for his purpose. ഇനി നമുക്ക് ഇപ്പൊ ഒരു നമുക്കിപ്പോ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് പേഷ്യൻസിന്റെ വിവരങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇപ്പൊ ഡിസ്ചാർജ് ആവാറായോ അല്ലെങ്കിൽ മറ്റ് മെഡിസിൻസിന്റെ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഒരു സീനിയർ നഴ്സിനോടോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും, അല്ലെ? പേഷ്യന്റിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ ഡോക്ടർക്കും അതുപോലെ തന്നെ സീനിയർ ആ പേഷ്യൻസിനെ ചികിത്സിക്കുന്ന സീനിയർ നഴ്സിന് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി സാറ്റിസ്ഫാക്ഷൻ കിട്ടും അവരോട്. ഇപ്പോ നമുക്ക് എന്ത് ഡിസ്ചാർജ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറവുണ്ടോ, എങ്ങനെയാണ്, അപ്പൊ മരുന്നിനോട് ഇതാവുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഡോക്ടറോട് ചോദിക്കാം, അല്ലെ? അല്ലെങ്കിൽ സീനിയർ നഴ്സിന് നമുക്ക് അതിനുള്ളൊരു മറുപടി നമുക്ക് തരാനായിട്ട് സാധിക്കുന്നു. Administrative rounds by hospital administrator at different levels. However, they should be as informal as possible. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റലിൽ PRO എന്ന് പറഞ്ഞൊരു ആളുണ്ട്, ഒരു വ്യക്തിയുണ്ട്, പബ്ലിക് റിലേഷൻ ഓഫീസർ. അദ്ദേഹം നമ്മള് പേഷ്യൻസിന്റെ അടുത്ത് വന്നിട്ട് പേഷ്യൻസിന്റെ വിവരങ്ങളൊക്കെ ഫോർമൽ ആയിട്ട് തിരക്കാറുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്, ജോലിയുടെ ഒരു ഭാഗമാണ് അത്. പേഷ്യൻസിന്റെ അടുത്ത് വരണം അല്ലെങ്കിൽ പേഷ്യൻസിന്റെ വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക എന്നൊക്കെ ഉള്ളത് ഡ്യൂട്ടിയാണ്. അതൊരു ഫോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അതിന് പുറമെ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും പേഷ്യൻസുമായിട്ട് വേണം എന്നാണ് പറയുന്നത്. ഓക്കെ,
ഇതാണ് രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഒന്ന് ഓപ്പൺ ഹൗസ് അപ്രോച്ചും, ഫസ്റ്റ് വൺ പറഞ്ഞത് അപ്രോപ്രിയേറ്റ് ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കുക. ഓക്കെ, നമ്മുടെ ക്ലാസ്സിന്റെ ടൈം തയ്യാറായിട്ടുണ്ട്. ഏഴ് പോയിന്റ് ആണ് നമുക്കുള്ളത്. നെക്സ്റ്റ് ക്ലാസ് ഞാൻ തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. ഒരു അരമണിക്കൂർ കൂടി കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോ ഒരു ബ്രേക്ക് തരാം നിങ്ങൾക്ക്. ഒരു ബ്രേക്ക് വേണ്ടേ? വേണോ? ജസ്റ്റ് 5 minutes ബ്രേക്ക് തരാം. ജസ്റ്റ് ഒന്ന് വെള്ളം കുടിച്ചൊന്ന് ഫ്രഷ് ആവുക എന്തെങ്കിലും ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഒന്ന് 5 minutes ബ്രേക്ക് ആണ്. ദെൻ 2:35 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ക്ലാസ് കഴിഞ്ഞ് നോർത്ത് ആരും പോകരുത്. 5 minute ബ്രേക്ക് തന്നിരിക്കുകയാണ്. ഓക്കെ, മാഡം നമ്മളെ മാർക്ക് തിരുത്തണത് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ആളുകളാണോ? എന്തായിരുന്നു മാർക്ക് തിരുത്തണത് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള മാഡം ആണോ? മാർക്ക് ഡിസൈഡ് ചെയ്തതാണോ? മാർക്ക് ഇടുന്നതാണോ ചോദിച്ചത്? എക്സാമിന്റെ ആണോ? ആ, എക്സാമിന്റെ. എക്സാമിന്റെ മാർക്ക് ഡിക്ലെയർ ചെയ്തിട്ടില്ല. എന്തായാലും അടുത്ത് തന്നെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും കേട്ടോ. ഓക്കെ, നമ്മളെല്ലാം എനിക്കറിയില്ല എങ്ങനെയാണെന്ന് മാർക്ക്. എക്സാം ബോർഡാണ് അതൊക്കെ ചെയ്യുന്നത്. എനിക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അതിന്റെ.
എന്തായാലും അടുത്ത് തന്നെ ഇടും കേട്ടോ. ഈ ആഴ്ച തന്നെ പ്രതീക്ഷിക്കാം. അതിന്റെ മാർക്ക് വിചാരിച്ച് ടെൻഷനൊന്നും ആകേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും നല്ല മാർക്കൊക്കെ തന്നെ ഉണ്ടാവില്ലേ? ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഈ പരീക്ഷ കാരണം കുറച്ച് ദിവസം കൊണ്ട് ഉറക്കമില്ല വേണം രാത്രി. ഈ മാർക്കിന്റെ നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടെന്ന് വിശ്വാസം ഉണ്ടല്ലോ. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ടെൻഷനൊന്നും വേണ്ട. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പൊ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകളാണ്. 2 മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ നമുക്ക് നോക്കാം. സൈനേജ് ആൻഡ് നെയിം ബോർഡ്സ്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ കുറെ സൈൻ ബോർഡുകളും മറ്റും. എന്തൊക്കെ സൈൻ ബോർഡുകളാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്? കമന്റ് ചെയ്യാമോ? എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടിരിക്കുന്ന സൈൻ ബോർഡുകൾ? എന്തൊക്കെ എഴുതിയിട്ടുള്ള സൈൻ ബോർഡാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്? ഇനി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ സൈൻ ബോർഡുകളും അല്ലെങ്കിൽ നെയിം ബോർഡ്സ് ഒക്കെ അവിടെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനി പറയൂ, നിങ്ങൾ എന്തൊക്കെയാ കണ്ടിരിക്കുന്നത്? നോ പാർക്കിംഗ്. ഓക്കെ, പിന്നെ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്കുള്ളത് കുറച്ചൊന്ന് ശ്രദ്ധിക്കൂ. ഹോസ്പിറ്റലിന്റെ ഉള്ളിലില്ലേ, ഡയറക്ഷൻസ് ഉണ്ടാവും. മാസ്ക് ധരിക്കുക. ഓക്കെ, ദെൻ ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അങ്ങനെ എത്തിയില്ലല്ലോ. റൂം നമ്പേഴ്സിന്റെ ഉണ്ടാകും. സൈലൻസ് പ്ലീസ്. ഓക്കെ, നമ്മൾ അതൊക്കെയുള്ള ശ്രദ്ധിക്കുന്നത്. ഓക്കെ ഓക്കെ, ദെൻ പിന്നെ എന്തൊക്കെ ഉണ്ടാവും? ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒന്നും കാണാറില്ലേ നിങ്ങള്? ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഉണ്ടാവും. ഡോക്ടേഴ്സിന്റെ നെയിം ഉണ്ടാവും. അതായത് ഡോക്ടേഴ്സിന്റെ റൂമിന്റെ ഫ്രണ്ടില് ഡോക്ടേഴ്സിന്റെ റൂമൊക്കെ ഉണ്ടാവും. ഇല്ല, ഡോക്ടേഴ്സിന്റെ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഡിപ്പാർട്ട്മെന്റിന്റെ നെയിം ഉണ്ടാവും അല്ലെ? മെയിൻ ആയിട്ട് നമ്മൾ കാണുന്നത് ആദ്യം തന്നെ എന്തായിരിക്കും? ഡിപ്പാർട്ട്മെന്റിന്റെ റൂമുകളും അത്യാഹിത വിഭാഗം അല്ലെങ്കിൽ ലാബ്, എക്സ്റേ, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസുകളും അല്ലെ, സ്കാനിങ് ട്യൂബ്, അതുപോലെയുള്ള ഡോക്ടേഴ്സിന്റെ നെയിമുകൾ അല്ലെ, അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് അല്ലെ. അതൊക്കെയാണ് ഈ പിക്ചർ ബ്ലോക്കുകൾ ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരു സൈൻ ബോർഡും നെയിം ബോർഡൊക്കെ വെക്കുന്നത്? വെറുതെ ഭംഗിക്ക് വെക്കണയാണോ? ഹോസ്പിറ്റലുകാര് ഇരിക്കേണ്ട ഒരു ഭംഗിക്ക് വിചാരിച്ചുകൊണ്ടാണോ വെക്കുന്നത്? എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടോ അങ്ങനെ വെക്കുന്നത് കൊണ്ട്? എന്തായിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? ഇങ്ങനെ നെയിം ബോർഡ് വെക്കുന്നതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? സെക്ഷൻ അറിയാൻ അല്ലെ? പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? നമ്മള് ഇപ്പൊ ഒരു പബ്ലിക്കിന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, പബ്ലിക്കിന് കുറച്ചുകൂടി ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ അല്ലെ? ഇപ്പൊ ഏതെങ്കിലും എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റൽ മൊത്തം ചുറ്റിത്തിരിഞ്ഞ് കണ്ടെത്താനായിട്ട് കുറെ സമയം എടുക്കും അല്ലെ? ഇത് ഓൾറെഡി ഇങ്ങനെ ആരോഗ്യം വരച്ച് വെച്ചിട്ടുണ്ടാവും അല്ലെ? നോക്കി നോക്കണ്ട, അധികം ടൈം എടുക്കാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട്, ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സൈനേജുകളും നെയിം ബോർഡ്സുകളും. കൺഫ്യൂഷൻ ഒഴിവാക്കാൻ. അത് വളരെ നല്ലൊരു ആൻസർ ആണ് കേട്ടോ. കൺഫ്യൂഷൻ വരില്ല, ശരിയാണ്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ മൊത്തം കിടന്ന് നമ്മള് കറങ്ങും അല്ലെ? എവിടെയായിരുന്നു വൈദ്യുദ്ദേഹം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ കണ്ടെത്താനായിട്ട് സാധിക്കില്ല. നോക്കാം. ഈസി ടു ഫോളോ സൈനേജ് ആൻഡ് ബോർഡ്സ്. നമുക്ക് ഈസി ടു നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റും. അതുപോലെ തന്നെ ഫ്ലോർ പ്ലാൻസ് ഡിസ്പ്ലൈഡ് അറ്റ് സ്ട്രാറ്റജിക് പ്ലേസസിൽ. അതുപോലെ തന്നെ ഫ്ലോർ പ്ലാൻസിന്റെ കൊടുത്തിട്ടുണ്ടാവും ഇല്ലേ? നമ്മള് ഹോസ്പിറ്റലിൽ മാത്രമല്ല, നമ്മള് വലിയ ഷോപ്പിംഗ് മാൾസിലൊക്കെ പോകൂലേ? ഇപ്പൊ എവിടെയാ എക്സാമ്പിൾ പറയുന്നത്, ലുലു അങ്ങനെയുള്ള ഷോപ്പിംഗ് മാൾസിലൊക്കെ പോകുമ്പോൾ ഓരോ ഫ്ലോറിലും എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഹോസ്പിറ്റലിൽ നോക്കിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, വേറെ വല്ല ഷോപ്പിംഗ് മാൾസോ ലുലു അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ ഒരു സെക്കൻഡ് ഫ്ലോറിൽ ഇപ്പൊ ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഏതാണ് അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഏതൊക്കെ അവിടെ ഉണ്ട്, ഇപ്പൊ ഫുഡ് കോർട്ടോ അങ്ങനെ മറ്റു എന്തൊക്കെയാണ് ആ ഒരു ഫ്ലോറിൽ ഉള്ളത് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിലും ഇന്ന ഫ്ലോറില് ഇപ്പൊ ഫസ്റ്റ് ഫ്ലോറില് പീഡിയാട്രിക് വാർഡ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇപ്പോ എക്സ്റേയുടെയോ അങ്ങനെ മറ്റു ക്യാൻറ്റീൻ അങ്ങനെയുള്ള എന്തൊക്കെയാണ് ആ ഒരു ഫ്ലോറിൽ ഉള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു സ്ട്രാറ്റജി ഡിസ്പ്ലൈസ് കൊടുത്തിട്ടുണ്ടാകും. അതൊക്കെ നമുക്ക് കൂടുതൽ ഇതുപോലെ കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾ റൂംസ് ഷുഡ് ബി നമ്പേർഡ്. എല്ലാ റൂമുകളും നമ്പേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും അല്ലെ? നമ്പേർഡ് ആയിട്ടുള്ള റൂമുകളൊക്കെ ആയിരിക്കും. ദെൻ പേഷ്യന്റ് ഇൻഫർമേഷൻ ബ്രൗച്ചർ ആൻഡ് വിസിറ്റേഴ്സ് ഗൈഡ്. വിസിറ്റേഴ്സിന്റെ ഗൈഡ് ഒക്കെ ഉണ്ടാവും. വിസിറ്റിംഗ് പാസിംഗ് ഒരു പാസ് കാർഡ് ഒക്കെ ഉണ്ടാവില്ലേ വിസിറ്റേഴ്സിന്?
വിസിറ്റേഴ്സ് വരുമ്പോൾ ആ കാർഡ് കാണിച്ചിട്ടാണ്, വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ടാണ് കയറുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സൈനേജ് ആൻഡ് ബോർഡിൽ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, കംപ്ലൈന്റ്സ് ആൻഡ് കോംപ്ലിമെന്റ്സ് സജഷൻസ്. പരാതികളോ അല്ലെങ്കിൽ അഭിനന്ദനങ്ങള്, നിർദ്ദേശങ്ങള്, ഇതൊക്കെ എങ്ങനെയാണെന്നാണ് പറയുന്നത്. A provision to listen to verbal complaints instead of insisting of written ones, emails, provision of a suggestion box at an appropriate place. നമുക്കറിയാം ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പേഷ്യൻസിനെ സംബന്ധിച്ച് എന്തെങ്കിലും പേഷ്യൻസിനെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ചികിത്സയെ ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ചോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എഴുതിയോ അല്ലെങ്കിൽ ഇമെയിൽസിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ കംപ്ലൈന്റ്സ് ഒക്കെ അയക്കാം അല്ലെ. അതിന് പകരം അതുപോലെ തന്നെ നമുക്കൊരു സജഷൻ ബോക്സ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസിൽ ഒരു പ്ലേസിൽ വെക്കാം അല്ലെ. നിങ്ങൾ ഹോസ്പിറ്റലിൽ മാത്രമല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിലായാലും സജഷൻ ബോക്സും കംപ്ലൈന്റ് ബോക്സ് ഒക്കെ വെക്കാറുണ്ട് ഇല്ലേ. നമ്മളുടെ നിർദ്ദേശങ്ങൾ അതിൽ എഴുതിയിടാം. നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ കംപ്ലൈന്റ്സ് ബോക്സിൽ നമുക്ക് നിക്ഷേപിക്കാം. നമ്മളുടെ പേര് വെക്കണമെന്നൊന്നുമില്ല. അപ്പൊ നമുക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയമായിരിക്കും. ഇനിയിപ്പോ ഞാൻ അങ്ങനെ ഒരു പ്രശ്നം വെച്ചു, ഇനി അത് പിന്നീട് നമുക്കതൊരു പ്രശ്നമാകുമോ എന്നൊന്നും വിചാരിക്കേണ്ട. നമ്മളുടെ പേരും ഡീറ്റെയിൽ ഒന്നും വെക്കേണ്ട. അതില് നമ്മൾക്ക് എന്താണോ നിർദ്ദേശം നൽകാനുള്ളത് ആ നിർദ്ദേശം കൊടുക്കുക. കംപ്ലൈൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കംപ്ലൈൻസ് കൊടുക്കുക. അപ്പൊ അതിനുള്ള പരിഹാരം നമുക്ക് ലഭിക്കും. അപ്പൊ ഇവിടെ പറയുന്നതും അങ്ങനെ തന്നെയാണ്. വെർബൽ ആയിട്ട്, അതായത് വായ കൊണ്ട് പറയാൻ പറ്റുന്നില്ലെങ്കിലും അതുപോലെ തന്നെ ഇമെയിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഇതുപോലെ ഒരു സജഷൻ ബോക്സ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്തിടാം, ആ ബോക്സിൽ നമ്മളുടെ നിർദ്ദേശങ്ങളോ കംപ്ലൈൻസോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ എഴുതിയിടാം. ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ്. എങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റലും പബ്ലിക്കും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് വരുന്നത് നോക്കാം. Hospital tours by group such as school teachers, students, members of various organizations, people's representatives, religious leaders, etc. അല്ലെ. അതായത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞായിരുന്നു ടൂർസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ. അതിൽ ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും അതുപോലെ തന്നെ വിവിധ സംഘടനകളിലത്തെ മെമ്പേഴ്സും അതുപോലെ തന്നെ ലീഡേഴ്സിനെയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഹെൽത്ത് ഫെയർസ്, എക്സിബിഷൻസ്, സ്പെഷ്യൽ ക്ലിനിക്സ്, health awareness programs, medical insurance programs, vacation volunteer programs, organized career day, etc. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ചില വാർഡിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലുകളിലൊക്കെ സ്പെഷ്യൽ പ്രോഗ്രാം ക്ലിനിക്സുകളൊക്കെ അറേഞ്ച് ചെയ്യും. സൗജന്യ നേത്രദാന ക്യാമ്പ് അല്ലെങ്കിൽ അലർജി ടെസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ പത്രത്തിനോടൊപ്പം ന്യൂസ് പേപ്പറിനോടൊപ്പം നോട്ടീസ് ഒക്കെ കിട്ടാറുണ്ട് ഇല്ലേ. ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ ഹോസ്പിറ്റലുകളിൽ? ഇപ്പൊ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഇതുപോലെ സൗജന്യ നേത്രദാന ക്യാമ്പ് അല്ലെ, അല്ലെങ്കിൽ സൗജന്യ നേത്ര ചികിത്സ, അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറെ മറ്റു അലർജി ടെസ്റ്റുകളോ അല്ലെങ്കിൽ ത്വക്ക് രോഗം അങ്ങനെയുള്ള സ്കിന്നിന്റെ എന്തെങ്കിലും ടെസ്റ്റുകളോ മറ്റും അങ്ങനെ ഒരു ദിവസത്തെ ഒരു പ്രോഗ്രാം പോലെയൊക്കെ അവർ അറേഞ്ച് ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഷുഗർ ടെസ്റ്റ് അങ്ങനെയുള്ള എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ അത് പബ്ലിക്കിന്റെ കൂടുതൽ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇതിലൂടെയൊക്കെ സാധിക്കുന്നു. ഇനി ഹോൾഡിംഗ് ഓഫ് ആൻ ആനുവൽ ഹോസ്പിറ്റൽ ഡേ ഒക്കെ കൊണ്ടുവരാം. അതുപോലെ തന്നെ ഫൗണ്ടേഴ്സ് ഡേ, സ്പെഷ്യൽ ഇവന്റ്സ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നത്. All this helps projecting every aspect of the hospital's operations, including some of the highly technical functions. Highly technical function നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ടെക്നിക്കൽ ആയിട്ടുള്ളത് മറ്റു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിക് റിലേഷൻസിൽ ഇന്ററാക്ഷൻസ് കൂട്ടാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് വൺ 6ഉം 7ഉം മാറിയാണ് നമ്പർ കിടക്കുന്നത്, അത് നോക്കണ്ട, കുഴപ്പമില്ല. Then സ്പീക്കേഴ്സ് ബ്യൂറോ. സ്പീക്കേഴ്സ് ബ്യൂറോയിൽ നോക്കാം. സിഇഒ. സ്പീക്കേഴ്സ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രസ് മീറ്റിംഗ് ഒക്കെ ന്യൂസിലൊക്കെ കാണാറില്ലേ, അതുപോലത്തെ ഇതാണ് സ്പീക്കേഴ്സ് ബ്യൂറോ എന്ന് പറയുന്നത്. സിഇഒ. എന്താ സിഇഒ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഫോം എന്താ? സിഇഒ ആർക്കും അറിയില്ല? ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. സിഇഒ. സിഇഒ Chief Executive Officer. Okay, CEO and staff should use every opportunity to speak to other service organization.
and institutions on health matters. അതായത് സ്പീക്കേഴ്സ് ബ്യൂറോയിലെ ഇമ്പോർട്ടന്റ് പേഴ്സൺ എന്ന് പറയുന്നത് സിഇഒ ആണ്. അപ്പോ ആ ആരോഗ്യ കാര്യങ്ങളിൽ അല്ലെ, ഓർഗനൈസേഷൻസിന്റെ ആരോഗ്യ കാര്യങ്ങളിലും മറ്റ് സംഘടനകളോടും അതുപോലെ തന്നെ സ്ഥാപനങ്ങളോടും സംസാരിക്കുന്നത് ആരായിരിക്കും? സിഇഒ ആണ്. സ്പീക്കേഴ്സ് ബ്യൂറോയില് സംഘടനകളോടും ഇപ്പൊ നമ്മളെ പ്രസ് മീറ്റിംഗ് ഒക്കെ കാണാറില്ലേ ന്യൂസിലൊക്കെ, അതുപോലെ തന്നെയുള്ള ഒരു ഇതാണ് സ്പീക്കേഴ്സ് ബ്യൂറോ എന്ന് പറയുന്നത്. അപ്പോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് വരുന്ന സംഘടനകളോടും മറ്റ് സ്ഥാപനങ്ങളോടൊക്കെ സംസാരിക്കുന്നത് സിഇഒ ആയിരിക്കും. Then next one, advisory committee. അഡ്വൈസറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അഡ്വൈസ് കൊടുക്കുകയാണ് അല്ലെ, ഉപദേശങ്ങൾ നൽകുന്ന ഒരു കമ്മിറ്റിയാണ് അഡ്വൈസറി കമ്മിറ്റി. നോക്കാം. It is role should be to suggest hospital administration the methods to overcome their shortcomings and interrupt the function of the hospital to the community. നമുക്കറിയാം ആശുപത്രിയുടെ ഒരു ഭരണകൂടത്തിന് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അവർ നടത്തുന്ന എന്തെങ്കിലും ഭരണകാര്യങ്ങളിലോ അങ്ങനെ മറ്റു പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകളൊക്കെ തിരുത്തി കൊടുക്കാൻ അതിനുള്ള ഒരു അഡ്വൈസും കാര്യങ്ങളും നൽകുക. അതുപോലെ തന്നെ സമൂഹത്തില് അല്ലെ, നമുക്കറിയാം നല്ല രീതിയിൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നതും ഇതിന്റെ ഒരു ചുമതലയാണ് അഡ്വൈസറി കമ്മിറ്റി. പ്രവർത്തന മേഖലയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള അഡ്വൈസ് കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നല്ല രീതിയിലുള്ള പ്രവർത്തനം സജ്ജമാക്കി കൊടുക്കുക എന്നതാണ് അഡ്വൈസറി കമ്മിറ്റിയുടെ ചുമതല എന്ന് പറയുന്നത്. അപ്പോ മെയിൻ ആയിട്ട് 6 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 6 ടൈപ്പ് മെത്തേഡ്സ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ പറഞ്ഞത് പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫോർമേഷൻസും പേഷ്യൻസ് റിലേറ്റീവ്സിനൊക്കെ നൽകുക. ദെൻ നമ്മൾ സെക്കൻഡ് വൺ പറഞ്ഞു an open house approach കൊടുക്കുക. അതിൽ നമ്മൾ പറഞ്ഞു വിസിറ്റേഴ്സിന് അധികം ടൈം ഒന്നും ഇരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഡോക്ടറോടോ സീനിയർ ഡോക്ടറോടോ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ PROനൊക്കെ ഫോർമൽ ആയിട്ടുള്ള ഒരു റൗണ്ട്സ് കാര്യങ്ങളുണ്ട്. അതിൽ പുറമെ ഇൻഫോർമൽ ആയിട്ടും നമ്മൾ കുറച്ച് പേഷ്യൻസിനോടൊക്കെ ഒന്ന് അടുത്ത് പെരുമാറി അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയുക. ദെൻ നമ്മൾ പറഞ്ഞു മൂന്നാമത്തത് സൈനേജ് ആൻഡ് നെയിം ബോർഡ്സ് അല്ലെ. ഇതിൽ നമ്മൾ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ടു ഫൈൻഡ് കണ്ടുപിടിക്കാനും മറ്റും റൂം നമ്പറും അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് പെട്ടെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനൊക്കെ സാധിക്കും. ദെൻ കംപ്ലൈൻസും സജഷൻസ് ഒക്കെ എഴുതാൻ വേണ്ടി പ്രത്യേകം ഒരു സജഷൻ ബോക്സ് ഒക്കെ നിർമ്മിക്കുക. അതിൽ നമ്മുടെ സജഷൻസ് ഒക്കെ എഴുതിയിടാം. ദെൻ നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റലിന്റെ പബ്ലിക് ഇന്ററാക്ഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ടൂർസ് ഒക്കെ അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ എക്സിബിഷനോ മറ്റും നമ്മൾ പറഞ്ഞ പോലെ ക്യാമ്പുകളോ അങ്ങനെയുള്ള ഇൻഷുറൻസ് പ്രോഗ്രാമുകളും മറ്റും അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ആനുവൽ ഹോസ്പിറ്റൽ ഡേ അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് ഡേ ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ദെൻ സ്പീക്കേഴ്സ് ബ്യൂറോയിൽ നമ്മൾ പറഞ്ഞു സിഇഒ ആണ് സ്പീക്കേഴ്സ് ബ്യൂറോയിലെ ഇമ്പോർട്ടന്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ സിഇഒ ആണ്. അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറയണം അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളോട് സംസാരിക്കുന്നത് സിഇഒ ആയിരിക്കും. ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് അഡ്വൈസറി കമ്മിറ്റി. അഡ്വൈസറി കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഭരണകാര്യങ്ങൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ തിരുത്തി കൊടുക്കുക. അതുപോലെ തന്നെ പബ്ലിക്കിനായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതും അഡ്വൈസറി കമ്മിറ്റിയുടെ ചുമതലയാണ്. നിങ്ങളത് 7 മെത്തേഡാണ് ഇപ്പൊ പറഞ്ഞത്. ജസ്റ്റ് അത്രയും ഒന്ന് വായിക്കാം. ഓരോ മെത്തേഡ് വായിച്ചിട്ട് അതിന്റെ മീനിങ് മനസ്സിൽ നന്നായിട്ട് വായിച്ചു പോകുക. വായിച്ചോളൂ കേട്ടോ.
ഓരോ ഹെഡിങ്ങും കൃത്യമായിട്ട് വായിക്കുക. അതുപോലൊപ്പം അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വായിച്ചത് മനസ്സിലാക്കി വെക്കാം കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോന്നിന്റെയും ഉള്ളിൽ വരുന്നത്, എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് കൂടി വായിക്കുക. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചെല്ലാവരും? നോട്ട്ബുക്ക് എടുക്കണേ. നോട്ട്ബുക്ക് എടുക്കാം. രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ ഉൾപ്പെടുത്താനുണ്ട്. നോട്ട്ബുക്ക് എടുക്കുക എല്ലാവരും. എഴുതിക്കോളൂ. അടുത്തൊരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നെ എഴുതിക്കോളൂ. The most എഴുതിക്കോളൂ. The most important person in Speakers Bureau. Most important person in Speakers Bureau. ആരാണ് സ്പീക്കേഴ്സ് ബ്യൂറോയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ എന്ന് പറയുന്നത്? സിഇഒ. ഹൈഫൻ ഇട്ടിട്ട് സിഇഒ എന്ന് എഴുതിക്കോളൂ. ആൻസർ സിഇഒ. ഇനി അതിന്റെ താഴെ എഴുതിക്കോളൂ സിഇഒ. ഫുൾ ഫോം എഴുതാനാണ് സിഇഒ. സിഇഒ എന്ന് എഴുതാം. എന്നിട്ട് ചെറിയൊരു ഹൈഫൻ കൊടുക്കാം കേട്ടോ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഹെഡിങ് വേണ്ട, ചെറിയൊരു ക്വസ്റ്റ്യൻ പോലെ കൊടുക്കാനാ പറഞ്ഞത് കേട്ടോ. അതായത് സ്പീക്കേഴ്സ് ബ്യൂറോയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ആരാണെന്ന്? സിഇഒ ആണ്. സിഇഒന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന മെത്തേഡ്സുകളാണ് നമ്മൾ 7 മെത്തേഡ്സ് പറഞ്ഞത്. ഇനി നമുക്കുള്ളത് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻ. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്ന ഇൻഡിക്കേറ്റേഴ്സുകൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇപ്പൊ നമ്മൾ ഈ 7 എണ്ണം വരെ 7 എണ്ണം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എത്രയും മതിയില്ലേ?
കുറച്ച് ബോറിംഗ് ആയോ നിങ്ങൾക്ക്? കൂടുതൽ ടൈം എടുത്തോണ്ട് ബോറിംഗ് തോന്നിയോ? ഇല്ല. കുറച്ചധികം എടുത്തല്ലോ, അതുകൊണ്ടാണ്. ഇനിയിപ്പോ അടുത്തത് കണ്ടിന്യൂ ചെയ്യണ്ട, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത പോർഷൻസിലേക്ക് പോകാം. അപ്പോ ഇത്ര എടുത്തത് ഓക്കെ ആണോ? ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നമുക്ക് എക്സാമ്പിൾ ഒന്നും പറയാൻ പറ്റുന്ന എങ്കിലും ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സാമ്പിൾ ഒക്കെ പറയാൻ വേണ്ടി. എങ്കിലും വായിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇല്ല, കണ്ടിന്യൂ ചെയ്ത് എടുത്തതാണ് കേട്ടോ. 3 മണി വരെ കണ്ടിന്യൂ ചെയ്ത് 1/2 മണിക്കൂർ കണ്ടിന്യൂ ചെയ്തതാണ് ടീച്ചർ. ഇനിയിപ്പോ നെക്സ്റ്റ് ക്ലാസ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇപ്പൊ കണ്ടിന്യൂ ചെയ്ത് മതിയില്ല ഇന്നത്തെ ക്ലാസ്? ഇത്രയും മതിയോ? ഇനി അടുത്ത ടോപ്പിക് നമുക്ക് അടുത്തൊരു ഇപ്പൊ അടുത്തത് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ എടുത്തത്രയും നന്നായിട്ടൊക്കെ വായിക്കണം. മതി. ഓക്കെ, ചില ആളുകൾ ഉറങ്ങി തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ? കൂട്ടത്തിൽ എത്ര പേര് ഉറങ്ങിപ്പോയിട്ടുണ്ടെന്ന് അറിയില്ല, കുറച്ചേരം ഉറങ്ങി തുടങ്ങി കാണും. കുഴപ്പമില്ല, ഇനി എടുത്ത് ബോറാക്കുന്നില്ല, ഇത്രയും എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും എടുത്തത്രയും അടുത്ത ദിവസം. ഇനി നമുക്ക് എന്നാ ക്ലാസ് വരുന്നത്? ട്യൂസ്ഡേ അല്ലേ ക്ലാസ് ഉള്ളൂ? ആണോ? ട്യൂസ്ഡേ അല്ലേ ക്ലാസ്? അപ്പൊ ട്യൂസ്ഡേ വരുമ്പോ ഇത്രയും ഭാഗമൊക്കെ ഒന്ന് വായിക്കാം. കണ്ടിന്യൂഷൻ ആണല്ലോ, അല്ലെങ്കിൽ യാതൊരു ഐഡിയയും കിട്ടില്ല എവിടെ നിർത്തിയിട്ടുള്ളൂ. ഓക്കെ, നമ്മള് 7 പോയിന്റ് വരെയാണ് നിർത്തിയിരിക്കുന്നത്. നമ്മൾ നോട്ട്സിൽ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് അത്രയും ഭാഗമൊക്കെ ഒന്ന് തലേദിവസം തിങ്കളാഴ്ചയെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. താങ്ക് യു മാം.